സുദീർഘമായ അപ്പസ്തോലിക പര്യടനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് പുറപ്പെടും. ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനിയ, ഈസ്റ്റ് ടിമൂർ, സിംഗപ്പൂർ രാജ്യങ്ങളാണ് 2 ആഴ്ച കൊണ്ട് സന്ദർശിക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ വിദേശ യാത്രകൾക്കു മുമ്പും പതിവുള്ളതുപോലെ ഇന്നലെ റോമിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ പള്ളിയിൽ കന്യകാമാതാവിന്റെ ചിത്രത്തിനു മുന്നിൽ പ്രാർത്ഥന നടത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനമാണിത്. ഇന്ന് വൈകിട്ട് റോമിൽ നിന്ന് വിമാനം കയറുന്ന അദ്ദേഹം നാളെ രാവിലെ 11:30 ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിലെത്തും. ബുധനാഴ്ചയാണ് മാർപ്പാപ്പയുടെ പരിപാടികൾ ആരംഭിക്കുക. വ്യാഴാഴ്ച ജക്കാർത്തയിലെ ഇസ്തിക്ലാൽ മോസ്കിൽ നടക്കുന്ന മതാന്തര സംവാദത്തിൽ മാർപ്പാപ്പ സന്ദേശം നൽകും. ജക്കാർത്തയിലെ സ്വർഗാരോപിത മാതാവിന്റെ കത്തീഡ്രലും ഈ മോസ്കും തുരങ്കം വഴി ബന്ധിതമാണ്. 2020 മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ടാണ് ഇന്തോനേഷ്യൻ സർക്കാർ 28.3 മീറ്റർ നീളമുള്ള തുരങ്കം നിർമ്മിച്ചത്. ഒരറ്റത്ത് പള്ളിയും മറ്റേ അറ്റത്ത് മോസ്കുമുള്ള തുരങ്കം മാർപ്പാപ്പ സന്ദർശിക്കും. 27.55 കോടി വരുന്ന ഇന്തോനേഷ്യൻ ജനസംഖ്യയുടെ 90% മുസ്ലിങ്ങളാണ്. 80 ലക്ഷത്തോളമുള്ള കത്തോലിക്കർ 3% വരും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ അടക്കമുള്ളവരുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും. 1970 പോൾ 6 മാർപ്പാപ്പയും 1989 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയും ഇന്തോനേഷ്യ സന്ദർശിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ 6-ാം തീയതി ഇന്തോനേഷ്യയിൽ നിന്ന് പാപ്പുവ ന്യൂഗിനിയയിലേക്ക് പോകും. ഇവിടുത്തെ ജനസംഖ്യയിൽ 32% കത്തോലിക്കരാണ്. 9 മുതൽ 11 വരെ മാർപ്പാപ്പ കിഴക്കൻ ടിമൂറിലായിരിക്കും. ഇവിടെ 96% കത്തോലിക്കരാണ്. 11 മുതൽ 13 വരെയാണ് സിംഗപ്പൂർ സന്ദർശനം. 3,95,000 വരുന്ന കത്തോലിക്കർ സിംഗപ്പൂർ ജനസംഖ്യയുടെ 3% മാത്രമേ ആവുകയുള്ളൂ.